കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്കറിയോ നിങ്ങളുടെ മാതാവ് നിങ്ങളെ പ്രസവിച്ച അവസ്ഥ നിങ്ങൾക്കറിയോ? അറിയോ? നിങ്ങളുടെ മാതാവ് 9 മാസവും 9 ദിവസവും നൊന്ത് പ്രസവിച്ചതാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? നൊന്ത് പ്രസവിച്ച അതിനു മുമ്പ് ഒരുപാട് ഘട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അച്ഛന്റെ മുതുകിൽ നിന്നും ഏതാണ്ട് 300 ദശലക്ഷം മുതൽ 400 ദശലക്ഷം വരെയുള്ള ബീജത്തുള്ളികൾ അമ്മയുടെ അണ്ഡാശയം ലക്ഷ്യമാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു സമയത്ത് എല്ലാത്തിനെയും പിന്തള്ളി വിജയികളായിട്ട് നിങ്ങൾ അമ്മയുടെ അണ്ഡാശയത്തിലേക്ക്, ഗർഭപാത്രത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു മാംസപിണ്ഡമായിരുന്നു നിങ്ങൾ. ഓരോ ദിവസവും എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ അമ്മ പ്രഗ്നന്റ് ആണ് എന്നറിയുന്ന സമയത്ത് ഇങ്ങനെ വയറിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കും. എന്റെ മോന്, എന്റെ മോള്, എന്റെ മോന്, എന്റെ മോളെന്ന് പറഞ്ഞ്. മാത്രമല്ല ഈ യാത്ര ചെയ്യുവാൻ ഇഷ്ടപ്പെട്ടവരായിരിക്കും പുതിയാപ്പളെ പുതിയ പെണ്ണും, അതായത് മണവാട്ടി മണവാളനും, അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? കല്യാണം കഴിഞ്ഞ യാത്രയാ, വീഗാലാൻഡിൽ പോകുന്നത്, പിന്നെ നമ്മുടെ എല്ലായിടും എന്ന് വെച്ച് കഴിഞ്ഞാല് ഊട്ടി, കൊടൈക്കനാൽ, ഇങ്ങനെ യാത്രയാ. പക്ഷെ അവരുടെ ഉള്ളില് നിങ്ങളെന്ന മകനുണ്ട് എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഉണ്ടല്ലോ, അവരുടെ ഇഷ്ടവിനോദമായിട്ടുള്ള യാത്ര അവിടെ നിൽക്കും. അവര് പോത്തില്ല. എന്താ? അങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മകൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആര് ഭയപ്പെടും? ആ അമ്മ ഭയപ്പെടും, അച്ഛൻ ഭയപ്പെടും. മാത്രമല്ല ഇവർക്ക് വൊമിറ്റിംഗ് ആണ്. നിങ്ങൾ കണ്ടോ? നിങ്ങൾ വൊമിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. വൊമിറ്റ് ചെയ്ത് നോക്കണം. വായി കൈയെങ്കിലും ഇട്ടൊന്ന് വൊമിറ്റ് ചെയ്തോളാം. അപ്പം എങ്ങനെ ഉണ്ടോ ചെയ്ത് അവസാനം ഒരു മഞ്ഞ വെള്ളം വരും. ഒരു മഞ്ഞ വെള്ളം പുറത്തേക്ക് വരും. സഹിക്കാൻ പറ്റത്തില്ല നമുക്ക്. ആ മഞ്ഞ വെള്ളം വരുന്നത് വരെ 24 മണിക്കൂർ വൊമിറ്റ് ചെയ്ത പെണ്ണുങ്ങളുണ്ട്, അമ്മമാരുണ്ട്. ഈ കുഞ്ഞ് അതിന് കാരണം ഈ വയറ്റിന്റെ ഉള്ളിലേക്ക് ആ വയറിന് താങ്ങാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു വസ്തു ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് തള്ളുവാൻ ശരീരം പ്രകടിപ്പിക്കുന്നതാണെന്ത്? വൊമിറ്റിങ്. ആ വൊമിറ്റ് ചെയ്ത് 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 ഓരോ ദിവസം ഒരു മണമടിക്കുമ്പോ ബിരിയാണി ഇഷ്ടമാണോ എല്ലാവർക്കും? നിങ്ങളുടെ അമ്മയ്ക്കും ബിരിയാണി ഇഷ്ടമാണ്, പക്ഷെ അമ്മ തിന്നത്തില്ല. എന്താണെന്നറിയാവോ? ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് എന്റെ മകൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിയാ. 4 മാസമാകുമ്പോ നിങ്ങളുടെ ശരീരത്തിലേക്ക് ആത്മാവ് വരും. അപ്പൊ അനക്കം വെക്കും, കൈയും കാലും ഒക്കെ ഇങ്ങനെ തുടിക്കും. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അറിയാൻ പറ്റും, അമ്മയ്ക്ക് സന്തോഷമാ, അച്ഛന് സന്തോഷമാ. ഒരു ദിവസം രാത്രി 5-ാമത്തെ മാസമാകുന്ന സമയത്ത് ഒരു ദിവസം രാത്രി 12 മണിക്ക് അച്ഛനില്ലാത്ത നിമിഷം, വീട്ടിൽ മറ്റാരുമില്ല എങ്കിലും ഇങ്ങനെ കൈവച്ച് നോക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് അനങ്ങിയില്ല എങ്കിൽ പാതിരാത്രിയിൽ പുറത്തിറങ്ങുവാൻ പേടിയുള്ള അമ്മയുണ്ടല്ലോ, ആ അമ്മ ആരെയും വിളിച്ചില്ല എങ്കിലും ഒറ്റയ്ക്കോടും ഡോക്ടറിന്റെ അരികിലേക്ക് എന്റെ മോൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ച്. ഒരു 6-7 മാസമാകുമ്പോ അമ്മയ്ക്ക് നടുവേദന വരും. നടുവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് എണ്ണീക്കുന്ന വേദനയല്ല, തിരിഞ്ഞു കിടക്കാൻ പറ്റത്തില്ല, മറിഞ്ഞു കിടക്കാൻ പറ്റത്തില്ല. അമ്മ നടക്കുന്നത് ഇങ്ങനെയായിരിക്കും, മേലിന് കൈവച്ചുകൊണ്ടായിരിക്കും. 8 മാസമാകുന്ന സമയത്ത് 5 ലിറ്റർ വെള്ളം ആ അമ്മയുടെ വയറ്റിലേക്ക് കൊണ്ടുവരും. 5 കിലോ വരെ വരുന്ന 3 കിലോ 2 കിലോ മുതൽ 4-5 കിലോ വരെ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളും 4 കിലോ ഉള്ള കുഞ്ഞും 5 ലിറ്റർ വെള്ളവും ഈ അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ കാണും. നിങ്ങൾ ഇന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് 2 കിലോയുടെ ഒരു കട്ടി എടുത്തിട്ടെ നിങ്ങൾ വയറ്റിലേക്ക് ഒന്ന് കെട്ടിവെക്കണം. കെട്ടിവെച്ചിട്ടൊന്ന് കിടക്കാൻ നോക്കണം, പറ്റത്തില്ല. ഒന്ന് നടക്കാൻ നോക്കണം, പറ്റത്തില്ല. 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഊരി വലിച്ചെറിയും. പക്ഷേ 9 മാസം നിങ്ങളുടെ അമ്മ ഉണ്ടല്ലോ, നിങ്ങളെ നൊന്ത് പ്രസവിച്ച ആ അമ്മ ഈ നിങ്ങളെയും വയറ്റിലിട്ട് 5 ലിറ്റർ വെള്ളവും വയറ്റിലിട്ടിട്ട് എല്ലാ ദിവസവും മോന്റെ കാര്യം ഇങ്ങനെ തടകി നോക്കി, അനങ്ങുന്നുണ്ടോ എന്ന് നോക്കി, അവന് ഊർജം കിട്ടുന്നുണ്ടോ എന്ന് നോക്കി, അവർക്ക് വേണ്ടാത്ത മെഡിസിൻ എല്ലാം കഴിച്ചിട്ട് വെയിൽ കൊണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കുന്ന ഒരു അമ്മയുണ്ട്. നിങ്ങൾ കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞില്ലേ? കൈ അല്ലെ? കൈ ഒടിഞ്ഞാരാണ്ട് അല്ലെ? വേദന ഉണ്ടായിരുന്നോ മോനെ? വേദന ഉണ്ടല്ലേ? സഹിക്കാൻ പറ്റുന്ന വേദനയാണോ? ഇതുകൂട്ടി 28 എല്ലുകൾ ഒടിയുന്ന വേദനയാ പ്രസവ വേദനയ്ക്ക്. നിങ്ങൾ വിചാരിക്കുമ്പോ ഇങ്ങനെ പ്രസവിച്ചെന്ന് കേൾക്കുമ്പോഴത്തേക്ക് അമ്മമാര് സിമ്പിളായിട്ട് പോയിട്ട് പ്രസവിച്ചിട്ടുള്ളതാണോ? അല്ല, 28 എല്ലുകൾ ഒടിയുന്ന വേദനയാ മക്കളെ ഈ പ്രസവ വേദനയ്ക്ക്. അതായത് എന്റെയും നിങ്ങളുടെയും മാതാക്കളെ പ്രസവിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ജീവന് തുല്യ, അതായത് ജീവിതത്തിൽ ഏറ്റവും സഹിക്കുവാൻ പറ്റുന്ന വേദന സഹിച്ച ആ അമ്മയുടെ കാര്യം പറയുമ്പോ ചില മക്കൾക്ക് എന്ത് ചെയ്യും? പ്രയാസം ഉണ്ടാകും. കളിയും തമാശയും മാറ്റിവെക്കും, ഉറക്കം നഷ്ടപ്പെടും. അച്ഛൻ അതിലും കഷ്ടമാ.
അമ്മ പ്രസവ റൂമിലാണെങ്കിൽ അച്ഛൻ പുറത്ത് ജീവിതത്തിൽ വിളിക്കാത്ത ദൈവങ്ങളെ വിളിക്കും. ഹൃദയം പൊട്ടും. നിങ്ങൾക്കറിയോ, ഒരു പഠനം തെളിയിക്കുന്നത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്നത് പുരുഷന്മാർക്ക്. എന്താണെന്നറിയാവോ? ഈ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാല് ഇതിന് പാകപ്പെടുന്ന ഒരു പരുവുണ്ടല്ലേ, അല്ലേ? അതിന്റെ അപ്പുറം നിറച്ചു കഴിഞ്ഞാലോ പുറത്തേക്ക് പോകും. ബലൂണില് കാറ്റടിച്ചു കഴിഞ്ഞാല്, വേറെ സമയമായോ? ബലൂണിൽ കാറ്റടിച്ചു കഴിഞ്ഞാല് അതിന് പാകപ്പെടുന്ന ഒരു കാറ്റിന്റെ ഒരു അളവുണ്ട്. അത് അടിച്ചു കഴിഞ്ഞാലോ പൊട്ടിപ്പോകും. ഇതുപോലെയാണ് മക്കളെ നിങ്ങളുടെ പിതാവിന്റെ ഹൃദയമുണ്ടല്ലോ, നിങ്ങളുടെ അച്ഛന്റെ ഹൃദയമുണ്ടല്ലോ. നിങ്ങളുടെ അച്ഛൻ കരയുന്ന എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മ കരയുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, അല്ലേ? നിങ്ങളുടെ അമ്മ കരയുന്ന നിങ്ങൾ പല തവണ കണ്ടിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ അച്ഛൻ കരയുന്ന നിങ്ങൾ കണ്ടിട്ടില്ല. ഈ അച്ഛന് എല്ലാ വേദനയും ഉള്ളിലൊതുക്കും. രാത്രി നിങ്ങൾ അച്ഛനെ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ശരീരം വേദനയായിരിക്കും. ആ അച്ഛൻ എല്ലാ വേദനയും ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി അവസാനം താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാകുന്ന സമയത്ത് ഈ ഹൃദയം പൊട്ടും. ഈ ഹൃദയത്തിനും ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ ഹൃദയം പൊട്ടി ആ അച്ഛൻ എന്ത് ചെയ്യും? മരണത്തിന് കീഴടങ്ങും. ആരാ കാരണം? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും കാരണമാണ്. നിങ്ങളൊന്ന് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആളുകളുടെ മുമ്പിൽ ഞാൻ മുമ്പേ നിങ്ങൾ കളിയാക്കിയല്ലോ, സാറ് പോട്ടെ, കളിയാക്കിയില്ലേ? HMന്റെ മോനെന്ന് പറഞ്ഞപ്പോ എല്ലാരും ചിരിച്ചില്ലേ? നിങ്ങൾക്കറിയാവോ, ആ മനുഷ്യന് തന്റെ മകനെ ഓർത്ത് എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയുമോ? അല്ല, ഞാൻ ഇവനെ ഇരുത്തിക്കൊണ്ട് ഇതാക്കുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കുട്ടികളുടെ ഉത്തരവാദിത്തം HMനല്ലേ. ആ HMന്റെ മകൻ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും അച്ഛന് സഹിക്കാൻ പറ്റുമോ? അച്ഛൻ എന്ന നിലയിൽ, HM അല്ല, അച്ഛൻ എന്നുള്ള നിലയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളുടെ അച്ഛൻ എല്ലായിടത്തും അഭിപ്രായം പറയുന്ന ആളായിരിക്കും. എല്ലാ നാട്ടിലും പോയി, എല്ലാ വീട്ടിലും പോയി അഭിപ്രായം. പക്ഷെ നിങ്ങളുടെ പേരിൽ തലകുനിച്ച് നിൽക്കേണ്ട സന്ദർഭം വന്നിട്ടില്ലേ? എന്റെ മോൻ, നിങ്ങളുടെ ആൾക്കാർ പറയാറില്ലേ, നിങ്ങളുടെ മോനെ പോയി ശരിയാക്കിയിട്ട് വരാൻ, നന്നാക്കിയിട്ട് വരാൻ പറയാറില്ലേ? ഒരു മനുഷ്യന്, ഒരു പുരുഷന് ഒരാളുടെ മുമ്പിൽ തല കുനിക്കുക എന്ന് പറയുന്നത് അവനെ കൊല്ലുന്നതിന് സമമാ. അപ്പം ആ അച്ഛനും ആ അമ്മയെയും കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ പെടച്ചിലുണ്ടാകും. കാരണം നിങ്ങൾക്ക് വേണ്ടി അവരുടെ യൗവനം കളഞ്ഞിട്ടുണ്ട്. കല്യാണം ഇപ്പൊ നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നില്ലേ? ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത്. പക്ഷെ നിങ്ങളൊരു പെണ്ണ് കെട്ടി ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം നിങ്ങൾ മാറ്റിവെക്കും. പിന്നെ നിങ്ങൾ ജോലിക്ക് പോയാൽ ചിലപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് ഒരു നേരമായിരിക്കും ഫുഡ് കഴിക്കുന്നത്. ബാക്കി വീട്ടിലേക്ക് സമ്പാദിക്കാൻ നോക്കും. എന്തിനാ? മകൻ വളർന്നു വരിക, മകള് വളർന്നു വരിക. അധ്വാനിച്ചുണ്ടാക്കിയ വീട് മകന്റെ പഠനത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തും. അവനുണ്ടാക്കിയ സമ്പാദ്യം, അവന്റെ ഊർജം നഷ്ടപ്പെടുത്തി, അവന്റെ രക്തം വിയർപ്പാക്കിയിട്ട് ഉണ്ടാക്കിയ മുഴുവൻ സംഗതികളും എന്ത് ചെയ്യും? തന്റെ മക്കൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തും. അച്ഛനെയും അമ്മയും മനസ്സിലാക്കുന്ന മക്കൾക്ക് അത് മനസ്സിലാകും. അച്ഛനെയും അമ്മയും നിസ്സാരമായി കാണുന്ന, കൂട്ടുകാരന്റെ ലാഘവത്തോടുകൂടി തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ അന്യനായി കാണുന്ന ഒരു മക്കൾക്കും അച്ഛന്റെ അമ്മയുടെ വില മനസ്സിലാകത്തില്ല. പക്ഷേ നാളെ നിങ്ങളൊരു അച്ഛനാകുന്ന സമയത്തുണ്ടല്ലോ, ഉറപ്പായിട്ട് നിങ്ങൾ അനുഭവിക്കും. കാരണം ഇപ്പൊ നിങ്ങളുടെ അച്ഛന്റെ നേരെ നിങ്ങൾ കൈപൊക്കുവാണെങ്കിൽ ആ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ നേരെ കൈപൊക്കുകയല്ല, അടിക്കുക തന്നെ ചെയ്യും. ഇത് പ്രകൃതി സത്യമാണ്. അപ്പൊ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്താ അവരുടെ ആഗ്രഹങ്ങൾ? നിങ്ങൾ കൊണ്ടുപോയിട്ട് 10 രൂപ അവർക്ക് കൊടുക്കണമെന്നുള്ളതല്ല, നിങ്ങൾ നല്ല നിലയിൽ എത്തണമെന്ന. മനസ്സിലാവുന്നുണ്ടോ? ഈ നല്ല നിലയിൽ എത്തിയിട്ട് നിങ്ങൾ നല്ല നിലയിൽ